നമസ്കാരം, എല്ലാവർക്കും ബ്ലാക്ക് ബോർഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട്, തസ്തിക നിർണ്ണയം എന്തായി, തസ്തിക നിർണ്ണയത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് സാറേ വല്ലതും ഉണ്ടോ, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുവാനും ഇപ്പോൾ നിലവിൽ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയുവാനും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വലിച്ചു നീട്ടലില്ലാതെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത് നിങ്ങൾക്കറിയാം, ഈ തസ്തിക നിർണ്ണയമൊക്കെ എത്ര വൈകുമെന്നും അതിൻ്റെ എന്തുമാത്രം അതിനകത്ത് പോസ്റ്റുകൾ കിട്ടും എന്നൊക്കെയുള്ളൊരു ഐഡിയ നമ്മൾക്ക് ഇപ്പോഴും വലുതായിട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ വർഷം തസ്തിക നിർണ്ണയത്തിന് വേണ്ടി കേരളം ഒട്ടാകെ ഒന്നടങ്കം കിടന്ന് ഓടിക്കഴിഞ്ഞപ്പോൾ ഏകദേശം സെപ്റ്റംബർ മുതൽ ഈ വർഷം, അതായത് കഴിഞ്ഞ വർഷം 2023 ജൂൺ വരെ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. ഈ വർഷവും അതുപോലെ തന്നെ, അതായത് ഇപ്പോൾ ഈ വർഷം എന്ന് പറഞ്ഞാൽ 2023-24 അക്കാദമിക വർഷവും അതുപോലെ തന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏത് രീതിയിലെത്തും, നിലവിലെ ഓരോ ജില്ലകളിൽ എത്ര ഒഴിവുണ്ട് എന്നൊന്നും നമുക്ക് ഇപ്പോഴും വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം, അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും ഇനി ഇതിനെങ്ങനെ നോക്കിക്കാണണമെന്നും ഒക്കെ മനസ്സിലാക്കുവാനും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുതിയ സംവിധാനം വഴി, അതായത് ഓരോരോ AO ഓഫീസിൽ നിന്നും DDയിൽ നിന്നും DOയിൽ നിന്നൊക്കെ എടുക്കുന്ന കണക്കെടുപ്പ്, ഇപ്പോൾ പല ജില്ലക്കാരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സാർ ഇവിടെ നിന്ന് 200 എബോവ് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് 200 കിട്ടും, ഞങ്ങൾക്കിവിടെ 300 എബോവ് പോയിട്ടുണ്ട്, അതുകൊണ്ട് 300 കിട്ടും എന്നൊക്കെ പറയുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നിന്ന് പോയിരിക്കുന്ന ആക്ച്വൽ എണ്ണം ഒരിക്കലും DPയിൽ നിന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് വരാറില്ല. അതായത് അവരുടെ ഒരു ഫൈനൽ ഒരു സെൻസറിങ് വഴി പല തസ്തികകളും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് ഇതുവരെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഈ കഴിഞ്ഞ, അതായത് ഈ റണ്ണിങ് അക്കാദമിക വർഷത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ വേക്കൻസികളും അവരവരുടെ ജില്ലയിൽ നിന്ന് പോയിട്ടുള്ള LP ആയാലും UP ആയാലും എല്ലാ തസ്തികകളും അവർക്ക് കിട്ടും എന്ന് വിചാരിക്കരുത്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ പൊതുവിദ്യാഭ്യാസം വളരെ മെച്ചപ്പെട്ടതാണെങ്കിലും കൊറോണ കാലത്തുണ്ടായ കുട്ടികളുടെ എണ്ണം താനെ കുറഞ്ഞിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ നാട്ടിൽ വന്ന് അത്യാവശ്യം ആ കൊറോണ കാലത്ത് എങ്ങും പോകാൻ പറ്റാതെ നിന്നവർ, വിദേശത്ത് ഉള്ളവരൊക്കെ നാട്ടിൽ വന്നപ്പോൾ അവരുടെ കുട്ടികളെ താൽക്കാലികമായിട്ട് ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി. രണ്ടാമത്, കൊറോണ മൂലം സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന പല കുട്ടികളെയും ഗവൺമെൻറ് സ്കൂളിലേക്ക് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറ്റിയുണ്ടായി. അത് രണ്ടാമത്തെ കാരണം. ഇതിൻ്റെ ഏറ്റവും വിപുലമായ സംവിധാനങ്ങളിലൂടെ സ്കൂളുകളും സംവിധാനങ്ങളും തയ്യാറാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് വിനിയോഗം ചെയ്യുവാനും കൃത്യമായി വിനിയോഗിക്കുവാനും പുതിയതായി വരുന്ന അധ്യാപകർക്ക് സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനം, അതായത് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രസ്ഥാനം തകർച്ചയുടെ വക്കിലേക്ക് എത്തും. അതിൻ്റെ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവാണ് ഈ തവണത്തെ ഫിക്സേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകളുടെ സെപ്പറേറ്റ് ജില്ല തിരിച്ചിട്ടുള്ള എണ്ണം ഈ തവണയും നമുക്ക് കിട്ടില്ല. പക്ഷേ നമുക്ക് ഈ കേരളത്തിലൊട്ടാകെ എത്ര LP കിട്ടും, എത്ര UP കിട്ടും എന്നുള്ള കണക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ അതവിടെ നിൽക്കട്ടെ, അത് സസ്പെൻസായിട്ട് ഇപ്പോഴും അവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യം ഞാൻ പറയാം, ഈ തസ്തിക നിർണ്ണയം കണ്ടുകൊണ്ട് വേണം ഇനി ഇപ്പോൾ വിളിച്ച നോട്ടിഫിക്കേഷൻ പ്രകാരം ഉള്ള ആളുകൾ പഠിക്കാൻ. അപ്പോൾ കഴിഞ്ഞ 2016 തൊട്ടുള്ള കാലഘട്ടത്തിലാണ്, അതായത് ഇപ്പോൾ ഇരിക്കുന്ന സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ LPSA UPSA പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നുള്ള ഒരു ഐഡിയ എല്ലാ പൊതുജനങ്ങളിലേക്ക് എത്തുന്നത്, അതായത് ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തുന്നത്. അതിൻ്റെ തത്ഫലമായിട്ട് BTech കഴിഞ്ഞവരും ഡിഗ്രി കഴിഞ്ഞവരും അതുപോലെ തന്നെ വലിയ കോഴ്സ്, മെഡിക്കൽ കോഴ്സുകൾ കഴിഞ്ഞവർ വരെ TTC വന്ന് പഠിക്കുകയും BEd വന്ന് പഠിക്കുകയും പരീക്ഷ എഴുതുകയും പലരും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുകയും ചെയ്തു. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2019 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് അത് അവസാനിച്ചു. അതൊരു സുവർണ്ണ കാലഘട്ടത്തിലായിരുന്നു. ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ മധ്യഭാഗം വരെ സുവർണ്ണ കാലഘട്ടം തന്നെയായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് സുവർണ്ണ കാലഘട്ടമാണോ എന്ന് ചോദിച്ചാൽ, ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് ഇനിയുള്ള അധ്യാപക തസ്തികകൾ ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരേ ഉത്തരവുള്ളൂ, സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ആഴ്ചകളിലായിട്ട് വന്ന തൊഴിൽ വാർത്തയും സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ വളച്ചൊടിക്കുന്നില്ല. കേരളമൊട്ടാകെ സർക്കാർ സ്കൂളുകളിലെ LP സ്കൂൾ അധിക തസ്തികകൾ 176 എണ്ണമാണ്. എന്നാലോചിച്ച് നോക്കൂ, ഗവൺമെൻറ് സ്കൂളുകളിലെ അധിക തസ്തികകൾ, LP വിഭാഗത്തിലെ അധിക തസ്തികകൾ, LP വിഭാഗം എത്രയാണ്? 176 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എത്ര തസ്തികകൾ LPയുടെ ഉണ്ടായിരുന്നു? വെറും 176 എണ്ണം. അതെങ്ങനെയാണ്? അപ്പോൾ കഴിഞ്ഞ വർഷം 1056 ഉണ്ടായ സ്ഥാനത്ത് ഈ തവണ വെറും 176 ഉള്ളൂ. അപ്പോൾ അവസ്ഥ എത്ര കുറഞ്ഞു, എത്ര ഇരട്ടി കുറഞ്ഞു പോയി. ഇനി UPSA യ്ക്കാണെങ്കിൽ കേരളം ഒട്ടാകെ 131 എണ്ണം.
231 UPSIക്ക് കേരളം ഒട്ടാകെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഉണ്ടായിട്ടുള്ള പുതിയ തസ്തികൾ വെറും 231 മാത്രമേ ഉള്ളൂ. ഇനി അതവിടെ നിൽക്കട്ടെ, ഈ തസ്തികളെല്ലാം ഈ വർഷങ്ങളിൽ ലഭിക്കുമോ? ഒരിക്കലുമില്ല. ഇനി ഇതിൻ്റെ ഫിനാൻസിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. അവിടെ അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഇൻസ്പെക്ട് ചെയ്ത് മുകളിലേക്ക് പോയി അവസാനമാണ് അതിൻ്റെ ഒരു ഫിനാൻസ് അത് അംഗീകരിക്കുന്ന ഘട്ടത്തിലേക്ക് വരുള്ളൂ. കഴിഞ്ഞ വർഷം നമുക്കറിയാം അത് നേരിട്ടൊന്നും അംഗീകരിച്ചതൊന്നുമില്ല. അത് ക്യാബിനറ്റിൽ വെച്ച് അത് പാസ്സാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വർഷവും അത് ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കാനായിരിക്കുള്ള സാധ്യതയായിരിക്കും ഉണ്ടാവുക. നേരെ തന്നെ ഫിനാൻസ് അംഗീകരിച്ച് തരും എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഇത്ര നിസ്സാര തസ്തിയുള്ളൂ, രണ്ടും കൂടി കൂട്ടിയാൽ പോലും 500 കിടക്കില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ ഇനി വരുന്ന ആൾക്കാർക്ക് അത് എത്രമാത്രം ഗുണം ചെയ്യുമെന്നും ഇനി വരുന്ന LPSA UPSA പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് എത്ര മോട്ടിവേഷൻ നൽകും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമുണ്ട്. ഞാൻ പലപ്പോഴും പല വാർത്തകളും പറയുമ്പോൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുന്ന പലരും പറയാറുണ്ട് ഞാൻ നെഗറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ നെഗറ്റീവ് ഞാൻ പറയുന്നതല്ല, ഈ വരുന്ന വാർത്തകൾ മൊത്തം നെഗറ്റീവാണ്. നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് 100 ശിഷ്ടം കണക്കും അതുപോലെ തന്നെ UPSAയുടെ കണക്ക് 200 ശിഷ്ടമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള തസ്തിക. ഇനി ഇത് അംഗീകരിക്കുന്നത് അടുത്ത വർഷം ജൂണിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത വർഷം ജൂണിൽ അടുത്ത തസ്തിക നിർണ്ണയമാവും. ജൂൺ 6 അടുത്ത 2024-25 വർഷത്തെ തസ്തിക നിർണ്ണയം നടത്തും. അതിനകത്ത് ഇപ്പോൾ ഈ LPയുടെ പറഞ്ഞ 176ഉം UPയുടെ പറഞ്ഞ 231 എത്ര തസ്തികൾ നിലനിൽക്കുന്നുണ്ടെന്ന് നോക്കും. ആ തസ്തികൾ നിലനിൽക്കുന്നത് മാത്രമേ നമുക്ക് തരുള്ളൂ. അപ്പോൾ ഈ 176 നിലനിൽക്കണമെന്ന് യാതൊരു സാധ്യതയില്ല. കാരണം 4ാം ക്ലാസ്സിൽ തസ്തിക നിർണ്ണയം നടത്തിയ 4ാം ക്ലാസ്സിലെ എണ്ണം ഒരിക്കലും അടുത്ത 5ലേക്ക് പോകുമ്പോൾ അവിടെ 4 പുതിയ തസ്തിക ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ എണ്ണം കുറയും. പിന്നെ UPSAയിൽ 7ൽ നിന്നും 8ലേക്ക് പോകുമ്പോൾ 7ൽ ഉണ്ടായിരിക്കുന്ന പുതിയ തസ്തികകൾ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ജില്ലയായ മലപ്പുറം ജില്ലയിൽ 300-നടുത്ത് തസ്തികകൾ ലഭിച്ചപ്പോൾ അവർക്ക് അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് അവർക്ക് 100ഓളം തസ്തികകൾ ലഭിച്ചിട്ടുള്ളൂ. അതിൻ്റെ അടുത്തേ ലഭിച്ചിട്ടുള്ളൂ. എനിക്ക് ആക്ച്വൽ കണക്കുകൾ ഞാൻ മറന്നുപോയി, കാരണം ഏകദേശം 1 വർഷമാവുന്നു. അതുപോലെ തന്നെയാണ് LPയുടെ കാര്യം UPയുടെ കാര്യം. തസ്തികകൾ ഇനി വരുന്ന കാലഘട്ടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് പോവുക. അപ്പോൾ പല ജില്ലകളിലും തന്നെ 30-ലധികം തസ്തികകൾ, മലപ്പുറത്തൊക്കെ 100 തസ്തികകളൊക്കെ നഷ്ടപ്പെടുന്നു. അതായത് ലഭിക്കുന്ന തസ്തികയേക്കാൾ നഷ്ടപ്പെടുന്ന തസ്തികകളുടെ എണ്ണമാണ് കൂടുതൽ. അപ്പോൾ ഈ ലഭിക്കുന്ന അധിക തസ്തികകളിൽ നിന്നും പോവും. പുതിയതായിട്ട് അതിൻ്റെ കണക്ക് അതിനെ ഒന്ന് കൃത്യമാക്കുവാൻ വേണ്ടി റിട്ടയർമെൻറ്റ് ഉണ്ടാകുന്ന തസ്തികകളിൽ നിന്നും അതിൽ നിന്നും പിടിക്കപ്പെടും. ഇപ്പോൾ പല ജില്ലകളിലും 40 റിട്ടയർമെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് മാത്രമേ ആൻറ്റിസിപ്പേറ്ററി വേക്കൻസി ആയിട്ട് AV ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിനുള്ള പ്രധാന കാരണം ഇതാണ്. തസ്തിക നഷ്ടപ്പെട്ടു പോകുന്നത് മൂലം ഇവിടെ നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പുറത്തു പോകാൻ സാധിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ അവരെ പുറത്ത് കളയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഈ തസ്തികകൾ സൂക്ഷിക്കേണ്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ധർമ്മമാണ്. അപ്പോൾ നമ്മൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകൾ, ഇനി പരീക്ഷയ്ക്ക് വരുന്ന ആൾക്കാരൊക്കെ ശരിക്കും വിചിന്തനം നടത്തണം. നമ്മൾ ഏത് രീതിയിൽ സ്ട്രാറ്റജിയിൽ പഠിപ്പിച്ചാലാണ് കുട്ടികൾ കൂടുകയെന്ന്. അതല്ലാതെ റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് ഇതെനിക്ക് ബാധകമല്ല എന്ന് പറയുന്നതും ബാക്കിയുള്ളവരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇതാണ് നിലവിലത്തെ അവസ്ഥ. ഇനി വരുന്ന റാങ്ക് ലിസ്റ്റുകാരെ ഞാൻ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠിക്കാൻ. ഈ പറയുന്ന വേക്കൻസികളൊന്നും ഇനി അടുത്ത അധ്യയന വർഷത്തിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഉണ്ടാവില്ല. അനുഭവം കൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇനി ഈ ഫിക്സേഷന് വേണ്ടിയൊന്നും വലിയ കാര്യമായിട്ട് ഒന്നും നടക്കുന്നില്ല. അതും നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആരും ഇതിൻ്റെ പുറകെ നടക്കുന്നുമില്ല, വലിയ കാര്യമായിട്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നുമില്ല. അപ്പോൾ അതും ദോഷകരമായിട്ടുള്ളൊരു കാര്യം ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്, ഒരിക്കലും നുണയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. കേരളം ഒട്ടാകെ LPSA തസ്തിക 176 UPSA തസ്തിക 231 മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും പകുതി ശതമാനത്തോളം അധിക തസ്തിക ഇതിൽ പോവുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇനി ഫിക്സേഷൻ്റെ കാര്യം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഫിനാൻസാണ് പറയേണ്ടത്. അതിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞ് ഏത് സമയത്ത് വരും എന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ ഫിക്സേഷൻ്റെ അപ്ഡേഷൻ.